ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉള്ളി ചമ്മന്തിയാണ്. അപ്പോൾ വാ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ 26 കൊച്ചുള്ളിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പാൻ എടുക്കുക. പാൻ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം 8 വറ്റൽമുളകാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ വറ്റൽമുളക് നല്ലപോലെ ചൂടാക്കി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ലപോലെ ചൂടാക്കി നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഓക്കെ, അത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. പിന്നീട് അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ നമ്മൾ ഇളക്കുക. നല്ലപോലെ നമ്മൾ വഴറ്റി എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിലേക്ക്. പിന്നീട് ആവശ്യത്തിന് പുളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്ര പുളി ചേർത്താൽ മതിയാകും. പുളിയും കൂടെ ചേർത്ത് നല്ലപോലെ നമ്മൾ ഇളക്കി എടുക്കുക. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലപോലെ വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ എടുത്താൽ മതിയാകും. പിന്നീട് അതിലേക്ക് ഇത് നമ്മൾ കൊച്ചുള്ളിയൊക്കെ തണുക്കാൻ വേണ്ടി വെക്കണം. തണുക്കാൻ വേണ്ടി ഒരു 10-20 മിനിറ്റ് വെച്ചാൽ മതിയാകും. അതിനുശേഷം അതും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക. ഇതാ നമ്മളുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇത് നല്ല ചൂട് ചോറുമായിട്ട് നമ്മൾ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കറിയുടെ ആവശ്യമില്ല. ഈ ഉള്ളിച്ചമ്മന്തിയും ചോറും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല കോമ്പിനേഷനാണ് ഫ്രണ്ട്സ്. അപ്പോൾ നല്ല രസമാണ്, ഭയങ്കര ടേസ്റ്റാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ ഫ്രണ്ട്സ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, അധികം പാടൊന്നുമില്ല. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ഫ്രണ്ട്സ്.